ചെറുപ്പം മുതലേ ഞാൻ കേട്ട് വളർന്ന ഒരു ഹറാമാണ്, അതായത് മുസ്ലിം പെൺകുട്ടികൾ വീടിന് വെളിയിലിറങ്ങുമ്പോൾ സ്പ്രേ അടിക്കുന്നത് തെറ്റാണ്, ഹറാമാണ് എന്ന്. ഇത് ഏറ്റവും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പുറത്ത് പോകുമ്പോൾ സ്പ്രേ അടിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നോട് ഒരുപാട് പേര് ഉപദേശിച്ചിട്ടുണ്ട് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ് എന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്ത് ഹറാമാണ് ഇതിനകത്തുള്ളത് എന്ന്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ അതായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്ത് ഹറാമാണ് ഒരു സ്പ്രേ അടിക്കുന്നതിലുള്ളത് എന്നായിരുന്നു. പിന്നീട് വളർന്നപ്പോൾ ഉസ്താദുമാരുടെ പ്രസംഗങ്ങളിലൊക്കെ കേട്ട് തുടങ്ങിയൊരു കാര്യം, സ്പ്രേ അടിക്കുന്ന പെൺകുട്ടി വ്യഭിചാരിയാണ് എന്നൊക്കെയായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, അതെങ്ങനെയാണ് ഒരു സ്പ്രേ അടിച്ചതുകൊണ്ട് ഒരു പെൺകുട്ടി വ്യഭിചാരിയാവുന്നത്? അങ്ങനെ ഒരു വിധി ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ ആ വിധിയുടെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ എന്തിനാണ് ഇപ്പോൾ സ്പ്രേ അടിക്കുന്നത് അല്ലേ? നമ്മൾ വേർപ്പിൻ്റെ സ്മെല്ലൊന്നും വരാതിരിക്കുക, അങ്ങനെയുള്ള ഉദ്ദേശമായിരിക്കും അല്ലേ? നമ്മുടെ ഒരു സ്മെല്ല് മറ്റൊരാൾക്ക് വേർപ്പോകാനായിട്ട് ബുദ്ധിമുട്ടാവാതിരിക്കുക, അടിക്കുമ്പോൾ നമുക്കൊരു മണം ഫീൽ ചെയ്യും, അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു കാര്യം അത് വ്യഭിചാരിയോട് ഉപമിക്കുന്നൊരവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ട് അതിലൊരു വിധി വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഇരുന്ന് ആലോചിക്കാൻ തോന്നുമല്ലോ നമുക്ക്, ഇതിൽ മാത്രം എന്താണ് ഇതിലുള്ളത് എന്ന്. അങ്ങനെ ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരങ്ങളെന്ന് പറയുന്നത്, പല പല വിധികളും പല സാഹചര്യത്തിലും പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് വരുന്നത്. ഇവിടെ ചെയ്യപ്പെടുന്ന ഒരു കാര്യം വിധി അങ്ങ് പറയുക എന്നതാണ്. അതിൻ്റെ പിന്നിൽ വന്ന കാരണങ്ങൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നതാണ്. അതാണ് വ്യത്യാസം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈഫിൽ പഠിച്ച എല്ലാ പാഠങ്ങളും അങ്ങനെയാണ് ഇസ്ലാമിലെ വിധികൾ വരുന്നത് എന്ന് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവാണ് ഇന്നെൻ്റെ ജീവിതവും. അൽഹംദുലില്ലാ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു.